എന്നിട്ട് അവരുടെ വിവാഹം ഉറപ്പിച്ചോ? കുഞ്ഞോൾ ആകാംക്ഷയോടെ ചോദിക്കുമ്പോൾ ഒരു പുഞ്ചിരി മുഖത്തണിഞ്ഞുകൊണ്ട് കൃതി തലകുലുക്കി. അന്ന് കൃതി അവളുടെ പ്രണയകഥ പറഞ്ഞു മുഴുമിപ്പിക്കും മുന്നേ കുഞ്ഞാവ് ഉണർന്ന് കരഞ്ഞിരുന്നു. അതുകൊണ്ട് ഇന്ന് ക്ലാസ്സിൽ പോയി വന്ന ഉടനെ തന്നെ കുഞ്ഞോൾ ബാക്കി കഥ കേൾക്കാനായി തയ്യാറായി. കുഞ്ഞാവ കിടന്ന് കളിക്കുകയാണ്. ആള് കൃതിയുമായി അടുത്തിട്ടുണ്ട്. എങ്കിലും കുഞ്ഞോളുടെ ശബ്ദം കേട്ടാൽ ഉടനെ കൈയും കാലും അടിക്കാനും ബഹളം വെക്കാനും തുടങ്ങും. കിച്ചു വന്നാൽ പിന്നെ കുഞ്ഞോളുടെ കയ്യിൽ നിന്ന് അവന്റെ അടുത്തേക്ക് പോകും. പുറത്തേക്ക് പോകാൻ വേണ്ടി കിച്ചു കുറച്ചു നേരം ആളെയും കൊണ്ട് പുറത്തെ ഗാർഡനിലൊക്കെ പോകും. അത് കുഞ്ഞിന് വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. അടുത്ത മാസം അവരുടെ കല്യാണമാണ്. ചേച്ചി നിൽക്കുമ്പോൾ അനിയത്ത് കെട്ടുന്നത് അമ്മ ഒഴികെ ആർക്കും വലിയ പ്രശ്നമൊന്നുമല്ല. ഒമർ ബാംഗ്ലൂരിൽ സെറ്റിൽഡ് ആണ്. കല്യാണം കഴിഞ്ഞാൽ അവളെയും കൂടെ കൊണ്ടുപോകുമെന്നാ കേട്ടത്. ഒരു കണക്കിന് അത് നന്നായി. ഇല്ലെങ്കിൽ ആളെ കാണുമ്പോൾ എല്ലാം എനിക്ക് പറഞ്ഞു മുഴുക്കാതെ കൃതി ഒന്ന് ചിരിച്ചു. ശരിക്കും സങ്കടമുണ്ടല്ലേ? എനിക്ക് പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഇതിനെപ്പറ്റി ഒന്നും വലിയ അറിവുമില്ല. കുഞ്ഞോൾ അങ്ങനെ പറയുമ്പോൾ കൃതി അവളെ അത്ഭുതത്തോടെ നോക്കി. ചേച്ചി പ്രണയിച്ചിട്ടില്ലേ? അവൾ അങ്ങനെ ചോദിക്കുമ്പോൾ കുഞ്ഞോൾ മനോഹരമായി ഒന്ന് ചിരിച്ചു. ഞാൻ മുമ്പ് പ്രണയിച്ചിട്ടൊന്നുമില്ല. പക്ഷെ ഇപ്പോ എനിക്ക് അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട്. വിടർന്ന മുഖത്തോടെ അവൾ അങ്ങനെ പറയുമ്പോൾ കൃതിയിൽ വല്ലാത്തൊരു മാനസിക സംഘർഷം ഉണ്ടായി. കാരണം വേറൊന്നുമല്ല, ജാസിക്കയോടുള്ള അതേ സ്നേഹവും ബഹുമാനവും ആളുടെ ഉറ്റ സുഹൃത്തായ കിച്ചുവിനോടും ഉണ്ട്. ആളുടെ ജീവിതത്തിൽ നടന്നതെല്ലാം ഒരു നോവായി മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. പക്ഷെ ഇപ്പോൾ ആളുടെ ഭാര്യയെ ആൾക്ക് ഒരു പ്രണയമുണ്ടെന്ന് കേൾക്കുമ്പോൾ വല്ലാത്തൊരു മനപ്രയാസം. കിച്ചുവേട്ടൻ വീണ്ടും പറ്റിക്കപ്പെടുകയാണോ എന്ന്. കൃതിയുടെ മുഖം മാറിയപ്പോൾ കുഞ്ഞോൾ അവളെ അമ്പരന്ന് നോക്കി. ചേച്ചി ആരെയാ ഇപ്പൊ പ്രണയിക്കുന്നത്? അല്പം മടിയോടെ കൃതി അങ്ങനെ ചോദിക്കുമ്പോൾ കുഞ്ഞോളുടെ മുഖം നാണം കൊണ്ട് പൂത്തുലഞ്ഞു. എന്റെ കിച്ചേട്ടനെ തന്നെ, അല്ലാണ്ട് ആരെയാ ഞാൻ പ്രണയിക്കുക? കുഞ്ഞോൾ പറഞ്ഞു നിർത്തുമ്പോൾ കൃതി സമാധാനം നിറഞ്ഞ മനസ്സോടെ ഒന്ന് ചിരിച്ചു. ആ സമയം അവളുടെ ഫോൺ റിംഗ് ചെയ്തു. ആരാ? കുഞ്ഞോൾ അങ്ങനെ ചോദിക്കുമ്പോൾ ഫോണിലെ സ്ക്രീനിൽ നോക്കിയ കൃതിയുടെ മുഖം വല്ലാതെയായി. എന്തു പറ്റി? കുഞ്ഞോൾ കുഞ്ഞാവയെ എടുത്ത് കയ്യിൽ വെച്ചുകൊണ്ട് ചോദിച്ചു. ഒമറാണ്. എന്നെ അങ്ങനെ വിളിക്കാറില്ല. ഇതിപ്പോ എന്തിനാണാവോ വിളിക്കണേ? കൃതി ചിന്തയോടെ പറഞ്ഞു. ഏതായാലും താൻ കോൾ എടുത്ത് സംസാരിക്കുന്നേ. എന്തെങ്കിലും അത്യാവശ്യമാണെങ്കിലോ? കുഞ്ഞോൾ അങ്ങനെ പറയുമ്പോൾ കൃതി ഒന്ന് തലകുലുക്കിക്കൊണ്ട് കോൾ അറ്റൻഡ് ചെയ്തു. ഫോൺ ചെവിയോടടുപ്പിച്ചു. നിന്റെ ആ കസിനില്ലേ ദേവദാസ്, അയാളെ ആരും എടുത്തിട്ട് ചാമ്പിയെന്ന്. സത്യത്തിൽ അന്ന് അവൻ നിന്നെ കൂടെ കൊണ്ടുപോകാൻ വന്നപ്പോൾ അവനിട്ട് രണ്ടെണ്ണം പൊട്ടിക്കാൻ തോന്നിയതായിരുന്നു എനിക്ക്. ഏതായാലും ആരോ അവന് കിട്ടാനുള്ളത് കൊടുത്തു. സുജീഷ് പറഞ്ഞു നിർത്തുമ്പോൾ തമ്പുരുവിന്റെ ഉള്ളിൽ ഒരു തണുപ്പ് നിറയുന്നത് അവൾ അനുഭവിച്ചറിഞ്ഞു. തന്നെ ആദ്യമായി ചീത്തയാക്കിയ ആ ദുഷ്ടനെ കൊല്ലണമെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പക്ഷെ അയാൾക്കെതിരെ ഒരു ചെറുവിരൽ ചലിപ്പിക്കാൻ പോലും താൻ അശക്തയായിരുന്നു. അയാളിൽ നിന്നുമാണ് താൻ മോശപ്പെട്ട കാര്യങ്ങൾ പഠിച്ചത്. അന്ന് കിച്ചേട്ടനോട് അയാൾ ശല്യം ചെയ്തു എന്ന് മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ. പലതവണ അയാൾ സെക്ഷുവലി അബ്യൂസ് ചെയ്തത് മറച്ചുവെച്ചു. അയാളുടെ ഭീഷണിയായിരുന്നു അതിന് പിന്നിൽ. പിന്നീട് കിച്ചേട്ടനും അയാളുടെ വിവാഹശേഷം മാത്രമാണ് അയാൾ അകന്നു നിന്നത്. നീ എന്താ എത്ര ആലോചിച്ചു കൂട്ടുന്നത്? അവൻ അപകടം പറ്റിയെന്ന് കേട്ടപ്പോ സങ്കടം വന്നു കാണും അല്ലേ? പാവം. തന്നെ പുച്ഛിച്ചുകൊണ്ട് പറയുന്നവനെ മുഖമുയർത്തി നോക്കാതെ അവൾ റൂമിലേക്ക് നടന്നു. ഡീഡി, ഒന്നവിടെ നിന്നേ. ഞാനൊരു കാര്യം പറഞ്ഞിട്ട് നീ മറുപടി ഒന്നും പറഞ്ഞില്ലല്ലോ. അവൻ പറഞ്ഞത് കേട്ട് അവൾ തിരിഞ്ഞു നിന്നു. അല്ല, നമ്മുടെ കെട്ടിന്റെ കാര്യ. ഇനി നിനക്ക് താല്പര്യമില്ലെങ്കിലും എനിക്കത് ചെയ്തേ പറ്റൂ. നിനക്കിത് 3ാം കെട്ടായാലും 4ാം കെട്ടായാലും എനിക്ക് ആദ്യത്തെയാണ്. അപ്പൊ അത് കുറച്ച് നന്നായി തന്നെ നടത്തണമെന്നാണ് എന്റെ ആഗ്രഹം. നന്നായിട്ടെന്ന് പറയുമ്പോൾ നിന്റെ കിച്ചണിന്റെ 2ാം കെട്ട് പോലെ അത്രയും ഗ്രാൻഡ് ആയിട്ടൊന്നും അല്ലെങ്കിലും കുറച്ച് നല്ല രീതിയിൽ നടത്തണം. എന്റെ മനസ്സിൽ ചില തീരുമാനങ്ങളൊക്കെ ഉണ്ട്. താമസിക്കാതെ ഞാനത് നടപ്പിലാക്കും. ഉറപ്പോടെ പറഞ്ഞുകൊണ്ട് അവൻ കുളിക്കാനായി ഇട്ടിരുന്ന ഷർട്ടിന്റെ ബട്ടൺസ് ഓരോന്ന് ഇളക്കുമ്പോൾ അവൾ തിരികെ റൂമിലേക്ക് നടന്നിരുന്നു. എന്നിട്ട് തന്റെ കൃതി എന്ത് തീരുമാനിച്ചു? തന്റെ അരികിൽ അല്പം അകലായിട്ട് കിടക്കുന്നവളുടെ നേർക്ക് തിരിഞ്ഞു കിടന്നുകൊണ്ട് കിച്ചു അങ്ങനെ ചോദിക്കുമ്പോൾ കുഞ്ഞോൾ അവന്റെ അരികിലേക്ക് ഇത്തിരി കൂടെ ചേർന്ന് കിടന്നു. അതില്ലേ കിച്ചേട്ടാ, ഈ കൃതിക്ക് ഇപ്പോഴും ഒമറിനെ ഇഷ്ടമാണ്. അയാൾക്ക് വേണ്ടി മരിക്കാൻ പോലും തയ്യാറായത്രേ. ഇങ്ങനെയുണ്ടോ ഒരു പ്രേമം? അതും തിരിച്ചങ്ങനെ ഒന്നും ഇല്ലാത്ത ഒരാളോട്. ശരിക്കും ഈ കൃതിക്ക് വട്ടാണോ എന്ന എന്റെ സംശയം. പിന്നെ നാളെ അയാളെ പോയി കാണാൻ തന്നെയാണ് കൃതിയുടെ തീരുമാനം. അയാൾക്ക് പറയാനുള്ളത് എന്താണെന്ന് അറിയാനാണത്രേ. കുഞ്ഞോൾ പറഞ്ഞു നിർത്തുമ്പോൾ കിച്ചു അവളുടെ കണ്ണുകളിലേക്ക് ഇട്ടുനോക്കിക്കൊണ്ട് കിടന്നു. അത് കാണെ കുഞ്ഞോൾ ചൂളിപ്പോയി. എന്റെ കുഞ്ഞൂസിന് എന്നെ ഇഷ്ടമല്ലേ? അവൻ അങ്ങനെ ചോദിക്കുമ്പോൾ അവൾ ആർദ്രമായി ഒന്ന് മൂളി. അപ്പൊ എനിക്ക് വേണ്ടി മരിക്കാൻ തയ്യാറാവോ താൻ? അത്രയും ഇഷ്ടമുണ്ടോ നിനക്കെന്നോട്? കൃതിക്ക് ഉമറിനോടുള്ളതുപോലെ ഭ്രാന്തമായ ഇഷ്ടം? അവന്റെ ചോദ്യം കേട്ട് കുഞ്ഞോളൊന്ന് ഞെട്ടി. എന്നാലും ഇത്രയും കാലം അയാൾ എന്തിനാണ് നിന്നോടുള്ള സ്നേഹം മറച്ചുവെച്ചതും നിന്റെ അനിയത്തിയെ സ്നേഹിച്ചതും? എന്നിട്ടിപ്പോൾ നിന്നെ വിവാഹം ചെയ്യുമെന്ന് പറയുന്നു. ഇതിലെന്തോ ചതിയുണ്ട് കൃതി. നീ ആലോചിച്ച് തീരുമാനം എടുക്കണം കേട്ടോ. കുഞ്ഞോൾ തന്റെ മനസ്സിൽ തോന്നിയത് അതേപോലെ പറഞ്ഞു. അത് കേട്ട് ആകെ ആശയക്കുഴപ്പത്തിലായി കൃതി. ഉമറിനെ കണ്ടിട്ട് വന്ന വഴിയാണവൾ. അവൻ പറഞ്ഞ കാര്യങ്ങൾ കുഞ്ഞോളോട് പങ്കുവെക്കുമ്പോഴാണ് കുഞ്ഞോൾ അങ്ങനെ പറഞ്ഞത്. കീർത്തിക്ക് മറ്റൊരു പ്രണയബന്ധം ഉണ്ടത്രേ. അത് മറ്റാരും അറിയാതിരിക്കാൻ വേണ്ടി അവർ രണ്ടാളും കൂടെ കളിച്ച ഡ്രാമയാണത്രേ അവരുടെ പ്രണയം. ഇപ്പോൾ കീർത്തിയുടെ കാമുകൻ അവളെ കൂടെ കൂട്ടാനുള്ള തീരുമാനത്തിലാണെന്ന്. അപ്പൊ സ്വാഭാവികമായും ഉമറിന്റെ വിവാഹം മുടങ്ങും.
ആ നേരം മിക്കയിടത്തും നടക്കുന്നത് പോലെ പെണ്ണിന്റെ സഹോദരിയെ വിവാഹം ചെയ്യാൻ എല്ലാവരും ഉമറിനെ നിർബന്ധിക്കും. അങ്ങനെ വരുമ്പോൾ ഞാൻ അതിനെ എതിർക്കരുതെന്നും കൂടാതെ ഉമറിനെ വിവാഹം കഴിക്കാൻ സമ്മതമാണെന്ന് പറയുകയും ചെയ്യണമത്രേ. പിന്നെ അയാൾക്ക് പണ്ടു മുതലേ എന്നെ തന്നെയായിരുന്നു ഇഷ്ടമെന്നും കൂട്ടിച്ചേർത്തു. കൃതി ഉമറിൽ നിന്ന് കേട്ട കാര്യം അത്രയും വള്ളിപുള്ളി വിടാതെ കുഞ്ഞോൾക്ക് മുന്നിൽ വിശദീകരിച്ചു. പക്ഷേ എന്നിട്ടും കുഞ്ഞോൾ തന്റെ സംശയത്തിൽ ഉറച്ചു നിന്നു. പക്ഷെ കൈവിട്ടുപോയ തന്റെ പ്രണയം ഏതവസ്ഥയിലായാലും അത് തന്നിലേക്ക് തന്നെ വന്നു ചേർന്നതിന്റെ ഒരു സന്തോഷം കൃതിയുടെ മുഖത്ത് കാണാം. അല്ല, ഇതെന്താ കയ്യില്? കൃതിയുടെ കയ്യിലെ ഗിഫ്റ്റ് പാക്കറ്റിലേക്ക് നോക്കിക്കൊണ്ട് കുഞ്ഞോൾ അങ്ങനെ ചോദിക്കുമ്പോൾ കൃതി ചമ്മലോടെ ഒന്ന് ചിരിച്ചു. ഇതിൽ മഹറാണെന്ന് പറഞ്ഞു. ഞാൻ തുറന്നു നോക്കിയില്ല. കുഞ്ഞോളുടെ മുഖത്ത് നോക്കാതെയാണ് കൃതി മറുപടി പറഞ്ഞത്. കുഞ്ഞോളുടെ കണ്ണുകൾ അത്ഭുതം കൊണ്ട് വിടർന്നു. മഹർ എന്നാൽ മുസ്ലിം സമുദായത്തിൽ വിവാഹത്തിന് മുമ്പ് വരൻ വധുവിന് കൊടുക്കുന്ന സമ്മാനമാണെന്ന് കുഞ്ഞോൾക്കറിയാം. അപ്പോൾ ഉമർ കൃതിയെ ശരിക്കും വിവാഹം കഴിക്കാൻ തീരുമാനിച്ചത് തന്നെ. പക്ഷെ കുഞ്ഞോൾക്ക് ഉമറിനെ അങ്ങോട്ട് വിശ്വസിക്കാനേ കഴിയുന്നുണ്ടായിരുന്നില്ല. ഏതായാലും കിച്ചോടിനോട് പറഞ്ഞ് ജാസിക്ക വഴി ഉമറിനെ പറ്റി രഹസ്യമായ ഒരു അന്വേഷണം നടത്താൻ തന്നെ കുഞ്ഞോൾ മനസ്സിലൊരു തീരുമാനമെടുത്തു. തുറന്നു നോക്ക് കൃതി, അതിലെന്താണെന്നറിയാമല്ലോ. മുഖത്തൊരു ചിരി വരുത്തിക്കൊണ്ട് കുഞ്ഞോൾ അങ്ങനെ പറയുമ്പോൾ ഏറെ സന്തോഷത്തോടെ തന്നെ കൃതി ആ ഗിഫ്റ്റ് പൊതി തുറക്കാൻ തുടങ്ങി. വജ്രക്കല്ല് പതിപ്പിച്ച മനോഹരമായൊരു നെക്ലേസ്, അതിന്റെ തന്നെ ഒരു ജോഡി കമ്മലും മോതിരവും. അവയും വളരെ മനോഹരമാണ്. പിന്നെ റൂബി ഗോൾഡ് തീർത്ത 4 വളകൾ, ഏറ്റവും ഒടുവിലായി കറുത്ത കല്ല് പതിപ്പിച്ച നേർത്ത പാദസരം ഒക്കെ കണ്ട് ശരിക്കും കൃതിക്കും കുഞ്ഞോൾക്ക് അത്ഭുതപ്പെട്ടുപോയി. ഇത്രയും വിലപിടിപ്പുള്ള മഹറൊക്കെ സമ്മാനമായി കൊടുത്തത് ഒരിക്കലും അഭിനയാകാൻ ഇടയില്ല. എങ്കിലും കുഞ്ഞോൾ ഉമറിനെ വിശ്വസിക്കാൻ കൂട്ടാക്കിയില്ല. പക്ഷെ കൃതി തന്റെ പ്രണയത്തിൽ ഉറച്ചു വിശ്വസിച്ചു. 12-ാം വയസ്സിൽ പൊട്ടിട്ട തന്റെ പ്രണയം 23-ൽ പൂർവാധികം ശക്തമായി പൂവിട്ടു എന്ന് തന്നെ അവൾ കണക്കാക്കി. കീർത്തിയെ ഒന്ന് വിളിച്ചു നോക്കുന്നത് നന്നായിരിക്കും. കൃതിയുടെ മുഖത്തും സന്തോഷം കാണാൻ കുഞ്ഞോൾ അവളെ തിരുത്താൻ എന്നവണ്ണം പറഞ്ഞു. ഞാനും അക്കാര്യം അപ്പോൾ തന്നെ ചിന്തിച്ചിരുന്നു. പക്ഷെ ഉമർ പ്രത്യേകം പറഞ്ഞു, ഈ വിവരം മറ്റാരും അറിയരുതെന്നും കീർത്തിയോടൊന്നും വിളിച്ചു ചോദിക്കരുതെന്നും. ഗിഫ്റ്റ് അതേപോലെ തിരികെ എടുത്തു വെച്ചുകൊണ്ട് കൃതി പറഞ്ഞു നിർത്തുമ്പോൾ കുഞ്ഞോളുടെ ഉള്ളിൽ ഉമറിനോടുള്ള സംശയം കൂടി വന്നു. കിച്ചോട്ടൻ കുഞ്ഞിനെയും കൊണ്ട് പുറത്താണ്. ആളൊന്ന് വേഗം വന്നെങ്കിൽ ഇപ്പൊ തന്നെ ഉമറിനെ പറ്റിയുള്ള അന്വേഷണം നടത്തിക്കാമായിരുന്നു എന്ന് അവൾ ചിന്തിച്ചു. എന്നാ ഈ സാരി ഉടുത്തിട്ട് വാ. അത്യാവശ്യം മേക്കപ്പും ചെയ്തോ. വേണ്ടതൊക്കെ ദേ ആ കവറിലുണ്ട്. പിന്നെ സാരി ഉടുക്കുന്നത് മര്യാദയ്ക്കൊക്കെ വേണം. വയറും മലയോ ഒന്നും വെളിയിൽ കാണരുത് കേട്ടോടി. സുജീഷ് പറയുന്ന വാക്കുകൾ കേട്ട് അറപ്പോടെ മുഖം തിരിച്ചു കളഞ്ഞു തമ്പുരു. ഞാൻ പറഞ്ഞത് കൊച്ചമ്മയ്ക്ക് പിടിച്ചില്ല. നിനക്ക് ഇത്രയും മാന്യതൊക്കെ തന്നാൽ മതിയടി പിശാചേ. ഇത് തന്നെ കൂടുതലാണ്. പിഞ്ചു കുഞ്ഞിന് മുലപ്പാല് പോലും നിഷേധിച്ച് കാമം തീർക്കാൻ ഇറങ്ങി പുറപ്പെട്ട നിന്നെ ഞാൻ ഒന്നും പറയുന്നില്ല. നിന്ന് സമയം കളയാതെ വേഗം പോയി ഒരുങ്ങാൻ നോക്കടി. വന്ന ദേഷ്യം അടക്കിക്കൊണ്ട് അതും പറഞ്ഞുകൊണ്ട് സുജീഷ് ബാത്റൂമിലേക്ക് കയറിപ്പോയി. തമ്പുരു അവൻ കൊടുത്ത സാരിയും മറ്റുമായി റൂമിലേക്ക് കയറി. എവിടെ പോകുന്നുവെന്നോ എന്തിനു പോകുന്നുവെന്നോ തന്നോട് പറഞ്ഞിട്ടില്ല. ഒരുപക്ഷെ ഇന്നാകും കല്യാണം നടത്തുന്നത്. അതുലിനോടൊപ്പം ഇങ്ങനെ ഒരു ദിവസം ആഗ്രഹിച്ചാണ് കിച്ചടിനെയും കുഞ്ഞിനെ ഉപേക്ഷിച്ച് താൻ ഇറങ്ങി പുറപ്പെട്ടത്. അതിനുവേണ്ടി എന്തൊക്കെ ചെയ്തു കൂട്ടി. ആദ്യം തെറ്റ് ചെയ്തത് നൊന്തുപെറ്റ കുഞ്ഞിനോട് തന്നെയായിരുന്നു. ഗുളിക കഴിച്ച് മുലപ്പാലില്ലാതാക്കിക്കൊണ്ട് വിശന്ന് കരയുന്ന കുഞ്ഞിനെ കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ട് അതിലിനൊപ്പം ഒരു ജീവിതം മാത്രം സ്വപ്നം കണ്ടുകൊണ്ട് ഇറങ്ങി തിരിച്ചു. ഇടയിൽ സുജീഷാണ് ഒരു വില്ലനായി വന്നത്. താൻ അവന്റെ കൂടെ കിടന്ന കാര്യം അവൻ വിളിച്ചു കൂവിയത് കൊണ്ട് മാത്രമാണ് അതിൽ തന്നെ വെറുത്തതും ഉപേക്ഷിച്ചതും. എല്ലാം തന്റെ മാത്രം തെറ്റാണ്. ജീവിതത്തിൽ ഇന്നോളം സംഭവിച്ചത് മുഴുവൻ തെറ്റുകൾ മാത്രമായിരുന്നു. ഇനി പശ്ചാത്തപിച്ചിട്ട് ഒരു കാര്യവുമില്ല. ഉള്ള ജീവിതം ഇവന്റെ ഒപ്പം നരകിച്ചു തീർക്കുക തന്നെ. ഇതാണ് താൻ സ്വയം ഏറ്റെടുത്ത ശിക്ഷ. മനസ്സിൽ ഓർത്തുകൊണ്ട് ആ ചുവന്ന കോട്ടൺ പട്ടുസാരി അവൾ നന്നായി ഞൊറിഞ്ഞെടുത്തു. പിന്നെ അവൻ പറഞ്ഞത് പ്രകാരം ശരീരത്തിന്റെ ഒരു ഭാഗം പോലും പുറത്തു കാണാത്ത വിധത്തിൽ പിന്നുകൾ കുത്തി അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ അത്യാവശ്യം നന്നായി തന്നെ ഒരുങ്ങി നിലക്കണ്ണാടിയിലേക്ക് മുന്നിൽ നിൽക്കുമ്പോഴാണ് പിന്നിൽ നിന്ന് നനവാർന്ന ദേഹത്തോടെ സുജീഷ് അവളെ പുണർന്നത്. ഇവിടെ വന്ന ശേഷം ഒന്നിച്ചൊരു ബെഡിൽ കിടന്നതല്ലാതെ അവൻ അവളെ ഒന്ന് തൊട്ടിട്ടില്ലായിരുന്നു. അതൊരു കണക്കിന് അവൾക്ക് ആശ്വാസം തന്നെയായിരുന്നു താനും. കാരണം ദേവമ്മയുടെ വീട്ടിൽ കുടിസുമുറിയിൽ വെച്ച് ഓരോ തവണയും വളരെ വേദന നൽകിക്കൊണ്ട് മാത്രമായിരുന്നു അവൻ അവളെ ഭോഗിച്ചിരുന്നത്. പേടികൊണ്ട് വിറയ്ക്കുന്ന അവളുടെ ശരീരത്തിലേക്ക് അവൻ ഒന്നുകൂടെ ചേർന്ന് നിന്നു. അവൾ ഭയത്തോടെ അവനെ തിരിഞ്ഞു നോക്കി. അപ്പോൾ അവൻ നുണക്കുഴി വിടരുന്ന മനോഹരമായൊരു ചിരി അവൾക്കായി സമ്മാനിച്ചു. കുഞ്ഞിനെ നോക്കാൻ വന്നെങ്കിൽ അത് കൃത്യമായി ചെയ്യണം, അല്ലാതെ ഫോൺ നോക്കി ഇരിക്കുകയല്ല വേണ്ടത്. കിച്ചുവിന്റെ ദേഷ്യം കണ്ട് ശരിക്കും ഞെട്ടിപ്പോയി കൃതി. ഉച്ചയ്ക്ക് കുഞ്ഞിനെ ബെഡിൽ കിടത്തിക്കൊണ്ട് വെറുതെ ഫോണിൽ നോക്കി ഇരിക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായി കിച്ചുവേട്ടൻ കയറി വന്നതും ഇങ്ങനെയൊക്കെ പറഞ്ഞത്. കൃതിയുടെ കണ്ണ് അവൾ പോലും അറിയാതെ നിറഞ്ഞുപോയി. അത് കണ്ടത് കിച്ചു പൊട്ടിച്ചിരിച്ചു. അയ്യേ, പേടിച്ചു പോയോ ജാസിക്കയുടെ തന്റെ അടിപ്പങ്ങള്. ചിരിയോടെ കിച്ചു അങ്ങനെ പറയുമ്പോൾ കുഞ്ഞിനെ എടുത്തുകൊണ്ട് എഴുന്നേറ്റിരുന്നു കൃതി. എടാ, ആ പേര് എന്നോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഞാൻ ജാസി വഴി അയാളെപ്പറ്റി അന്വേഷിച്ചു. കിച്ചു പറഞ്ഞു നിർത്തുമ്പോൾ കൃതി വല്ലാതെയായി. അപ്പോഴാണ് ഒരു ചിരിയോടെ കുഞ്ഞോൾ അകത്തേക്ക് കയറി വന്നത്. എന്റെ കൊച്ചിനെ പറഞ്ഞ് പേടിപ്പിച്ചു കിച്ചേട്ടാ. കൃതിയുടെ മുഖഭാവം കണ്ടതും കുഞ്ഞോൾ കിച്ചുവിനെ കണ്ണുരുട്ടി നോക്കിക്കൊണ്ട് ചോദിച്ചു. അതിന് മറുപടിയായി ഒന്ന് ചിരിച്ചു കാണിച്ചതേ ഉള്ളൂ കിച്ചു. എന്നാൽ ഞാനങ്ങ് പോയേക്കുക, വൈകുന്നേരം നേരത്തെ വരാൻ നോക്കാം. കിച്ചു യാത്ര പറഞ്ഞിറങ്ങിയതും കൃതി കുഞ്ഞോളെ നോക്കി. എന്റെ കൃതി, താൻ ടെൻഷൻ അടിക്കാനും മാത്രം ഒന്നുമില്ല. അല്ല കിച്ചേട്ടൻ എന്താ പറഞ്ഞത്?
ഞങ്ങൾ വരുന്ന വഴി അപ്പുറത്തെ ഫ്ലാറ്റിലെ ചേച്ചി എന്നെ പിടിച്ചു നിർത്തി ഓരോന്ന് ചോദിച്ചു. അതാ ഞാൻ അകത്തേക്ക് വരാൻ ഇത്തിരി ലേറ്റായത്. കുഞ്ഞോൾ പറഞ്ഞു നിർത്തുമ്പോൾ കൃതി കുഞ്ഞുമായി ബെഡിലേക്ക് ഇരുന്നു. കുഞ്ഞിപ്പെണ്ണ് കുഞ്ഞോൾ എടുക്കാൻ കൈയും കാലും ഇട്ട് അടിക്കാൻ തുടങ്ങി. അമ്മ ഇപ്പൊ വന്ന് കുളിച്ചിട്ട് കുഞ്ഞാവയെ എടുക്കാലോ, അതും പറഞ്ഞുകൊണ്ട് കുഞ്ഞോൾ എഴുന്നേറ്റു. എന്റെ ചേച്ചി ഒന്ന് പറഞ്ഞിട്ട് പോ, എനിക്ക് ആകെ ടെൻഷനാകുന്നു, കൃതി കുഞ്ഞോളുടെ കയ്യിൽ പിടിച്ചു നിർത്തിക്കൊണ്ട് പറഞ്ഞു. തന്റെ ഒമർ ആളത്ര നല്ലവനൊന്നുമല്ല. ആളെ പ്രേമിച്ചത് തന്റെ അനിയത്തി കീർത്തിയെ തന്നെയാ. പക്ഷെ കീർത്തി അയാളെ പറ്റിച്ചു. അവളിപ്പോൾ ഒമറിന്റെ സുഹൃത്ത് ജതുലുമായി പ്രണയത്തിലാണ്. അങ്ങനെ വരുമ്പോൾ കൃതിയെ എങ്ങനെയെങ്കിലും വിവാഹം കഴിച്ചുകൊണ്ട് കീർത്തിയോട് പ്രതികാരം ചെയ്യാം എന്നാകും അയാൾ കരുതുന്നത്. പിന്നെ ചിലപ്പോൾ ഇപ്പൊ അയാൾക്ക് നിന്നോട് ഇഷ്ടമുണ്ടായിരിക്കാം. ഇല്ലെന്ന് പൂർണ്ണമായും പറയാൻ നമുക്ക് കഴിയില്ലല്ലോ. കുഞ്ഞോൾ പറഞ്ഞു നിർത്തുമ്പോൾ കൃതി ഇപ്പൊ കരയൂ എന്ന അവസ്ഥയിലാണ്. എന്റെ കൃതി, നീ അയാൾ തന്ന സമ്മാനം തിരിച്ചു കൊടുത്ത് അയാളോട് നല്ല നല്ല വർത്തമാനം പറഞ്ഞിട്ട് പോരണമെന്നാണ് എന്റെ ഒരിത്. പിന്നെയൊക്കെ നിന്റെ ഇഷ്ടം. ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞു എന്നേ ഉള്ളൂ. നിനക്ക് അയാളോടുള്ള ഇഷ്ടം കൊണ്ട് മാത്രം ഒരു തീരുമാനം എടുക്കരുത്. കാരണം ചെറുതല്ലാത്തൊരു കളം തന്നെയാ അയാൾ പറഞ്ഞത്. അതുകൊണ്ട് വിവാഹത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ അയാൾ തന്നെ വേണമോ എന്ന് ഒന്ന് ഇരുത്തി ചിന്തിക്കുന്നത് നല്ലതാ. കുഞ്ഞോൾ പറഞ്ഞു നിർത്തുമ്പോൾ ഒരു തീരുമാനം എടുക്കാൻ കഴിയാതെ ഉഴറുകയായിരുന്നു കൃതിയുടെ മനസ്സ്. രജിസ്റ്റർ വിവാഹശേഷം അനാഥാലയത്തിലെ കുഞ്ഞുകുട്ടികളോടൊപ്പമുള്ള സദ്യയും കഴിഞ്ഞിറങ്ങുമ്പോൾ തമ്പുരുവിന്റെ മനസ്സ് വല്ലാതെ ശൂന്യമായിരുന്നു. സുജീഷ് മനഃപൂർവ്വമാണ് ഇതെല്ലാം ചെയ്തു കൂട്ടുന്നതെന്ന് അവൾക്ക് തോന്നി. കല്യാണം കുറച്ച് നല്ല രീതിയിൽ നടത്തുമെന്ന് അവൻ പറഞ്ഞപ്പോൾ അവൾ വെറുതെയെങ്കിലും എന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടുകയും സ്വപ്നം കാണുകയും ചെയ്തിരുന്നു. അതെല്ലാം ഇപ്പോൾ തകർന്നടിഞ്ഞിരിക്കുന്നു. രജിസ്റ്റർ വിവാഹത്തിന് സാക്ഷികളായത് തോമസും അയാളുടെ കുടുംബവും മാത്രമായിരുന്നു. അവരോടൊപ്പം തന്നെയാണ് സിറ്റിയിലെ പ്രശസ്തമായ ആ അനാഥാലയത്തിലേക്ക് പോയതും. അവിടെ എത്തിയപ്പോൾ മുതൽ തമ്പുരുവിന്റെ മുഖം തെളിച്ചം കെട്ടു പോയത് സുജീഷ് പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. നൊന്തുപെറ്റ കുഞ്ഞിനെ ഉപേക്ഷിച്ച് സ്വന്തം സുഖം മാത്രം തേടി നടന്നവളെ ഒരു പറ്റം മാതാപിതാക്കൾ ഉപേക്ഷിച്ച കുരുന്നുകൾക്കൊപ്പം ഇട്ട് കൊടുത്തുകൊണ്ടാണ് സുജീഷ് തന്റെ ദേഷ്യം തീർത്തത്. തമ്പുരുവിന് അത് മനസ്സിലാവുകയും ചെയ്തു. കാലത്തൊരുങ്ങിയിറങ്ങും മുമ്പ് അവൻ കാണിച്ച സ്നേഹം വെറും അഭിനയം മാത്രമായിരുന്നു എന്നുകൂടി ഈ ഒരു പ്രവൃത്തിയിലൂടെ അവൾക്ക് ബോധ്യപ്പെട്ടു. വാടക വീട്ടിലേക്കുള്ള യാത്രയിൽ ഉടനീളം അവൾ കണ്ണുകൾ അടച്ചിരുന്നതേയുള്ളൂ. സുജീഷ് അത് കണ്ട് ഊറിച്ചിരിക്കുന്നുണ്ടായിരുന്നു. അതെ, മറ്റുള്ളവരുടെ കാര്യത്തിലൊക്കെ ഭയങ്കര പക്വത കാണിക്കുന്ന ആള് നമ്മളെ മാത്രം ഒന്ന് ഗൗനിക്കുന്നതേ ഇല്ലല്ലോ. രാത്രി തന്റെ അരികിലേക്ക് വന്ന് കിടക്കുന്നവളോട് കിച്ചു അങ്ങനെ പറയുമ്പോൾ അവൻ പറഞ്ഞതിന്റെ പൊരുൾ മനസ്സിലാക്കാതെ അവനെ അന്തിച്ചു നോക്കി. എനിക്കൊന്നും മനസ്സിലായില്ല കിച്ചേട്ടാ. അവൾ തന്റെ മനസ്സിലുള്ളത് അവനോട് തുറന്നു പറഞ്ഞു. ഓ, ഉള്ള കുഞ്ഞാണല്ലോ ഒന്നും മനസ്സിലാവാതിരിക്കാൻ. ഒന്നുമില്ലേലും 10-25 വയസ്സ് കഴിഞ്ഞില്ലേ, അതിന്റെ പക്വതയെങ്കിലും കാണിക്ക്. ഞാനും ഒരു മനുഷ്യനല്ലേ. ഇടറിയ ശബ്ദത്തിൽ അല്പം ദേഷ്യത്തോടെ തന്നെ അവൻ അങ്ങനെ പറഞ്ഞു നിർത്തുമ്പോൾ കരച്ചിലിന്റെ വക്കിലെത്തിയിരുന്നു കുഞ്ഞോൾ. കിച്ചേട്ടാ, ഞാൻ അങ്ങനെയൊന്നും. അവൾ മറുപടി പറയാൻ കഴിയാതെ കുഴങ്ങി. താൻ ഒന്നും പറയണ്ട. കുഞ്ഞിനെ നോക്കാൻ മാത്രം ഒരാളായിട്ടല്ല തന്നെ ഞാൻ താലികെട്ടി കൂടെ കൂട്ടിയത്. കുറെയായി ഞാനും ക്ഷമിക്കുന്നു. ഞാനൊന്ന് കെട്ടിയ ആളായത് കൊണ്ടാണോ താൻ കിടപ്പറയിൽ മാത്രം എന്നെ അകറ്റി നിർത്തുന്നത്? ഇടയ്ക്ക് സ്നേഹമുണ്ടെന്ന് എന്നെ തോന്നിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ ഞാൻ താൻ എന്നെ എല്ലാ അർത്ഥത്തിലും അംഗീകരിക്കുന്നുവെന്ന് അറിയാതെ കരുതി പോകും. പക്ഷെ സത്യം അതല്ല എന്ന് എനിക്കിപ്പോ മനസ്സിലായി. അങ്ങേയറ്റം തകർന്നവനെ പോലെ അവൻ പറഞ്ഞു നിർത്തുമ്പോൾ കുഞ്ഞോൾ ഉറക്കെ കരഞ്ഞു പോയിരുന്നു. ഞാൻ അങ്ങനെയൊന്നും കരുതിയിട്ടില്ല കിച്ചേട്ടാ. എനിക്ക് കിച്ചേട്ടനെ ഒരുപാട് ഇഷ്ടാ. പക്ഷെ ആ സുജീഷ്, അയാൾ എന്റെ നെഞ്ചിലൊക്കെ പിടിച്ചമർത്തിയിട്ടുണ്ട്. അന്നു മുതൽ എന്റെ മനസ്സിൽ വല്ലാത്തൊരു, എനിക്കത് എങ്ങനെ പറയേണ്ടതെന്ന് പോലും അറിയില്ല കിച്ചേട്ടാ. എനിക്ക് പേടിയാ കിച്ചേട്ടാ. അതാ ഞാൻ ഇത്രയും നാൾ ഇങ്ങനെയൊക്കെ ഒഴിഞ്ഞു മാറി നിന്നത്. അല്ലാതെ കിച്ചേട്ടന് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. എന്റെ ജീവനാ കിച്ചേട്ടൻ. കുഞ്ഞാവയ്ക്കും കിച്ചേട്ടനും വേണ്ടി മാത്രമാണ് എന്റെ ജീവനും ജീവിതവും. അവൾ കണ്ണീരിനകമ്പടിയോടെ പറഞ്ഞു നിർത്തുമ്പോൾ അവൻ അവളെ തന്റെ മാറോട് ചേർത്തിരുന്നു. ആ നിമിഷം അവന്റെ കണ്ണുകളും നിറഞ്ഞൊഴുകി. നീ എന്താ കരുതിയത്? ഇത്രയൊക്കെ ചെയ്തു കൂട്ടിയിട്ട് സുഖിച്ചങ്ങ് ജീവിക്കാമെന്നോ? ഞാൻ അത്ര നല്ലവനൊന്നും അല്ല. പക്ഷെ ചെയ്തുപോയ തെറ്റുകളെ ഓർത്ത് പശ്ചാത്താപിക്കുന്ന ഒരു മനസ്സെനിക്കുണ്ട്. എന്നാൽ നിനക്ക് പശ്ചാത്താപം പോയിട്ട് കുറ്റബോധം പോലുമില്ല. ഇത്രയും ദിവസമായിട്ട് നീ നൊന്തുപെറ്റ പിഞ്ചു കുഞ്ഞിനെ പറ്റി ഓർക്കുകയെങ്കിലും ചെയ്തോ? നീ ഇല്ലല്ലോ. അയാളുടെ കാര്യം പോട്ടെ, അയാൾക്ക് നല്ലൊരു പെണ്ണിനെ കിട്ടി, അവർ സന്തോഷമായിട്ട് ജീവിക്കുന്നു. പക്ഷെ ആ കുഞ്ഞ്, അത് അമ്മിഞ്ഞപ്പാല് പോലും നിഷേധിക്കപ്പെട്ട്. ആ കാര്യം ഓർക്കുമ്പോഴാണ് എനിക്ക് നിന്നോട് ദേഷ്യം തോന്നുന്നത്. സത്യം പറയട്ടെ, നിന്നെ എനിക്ക് സ്നേഹിക്കാൻ തോന്നുന്ന നിമിഷം തന്നെ വെറുക്കാനും തോന്നുന്നു തമ്പുരു. സുജീഷ് പറഞ്ഞു നിർത്തുമ്പോൾ തമ്പുരു അവനെ വല്ലാതെ നോക്കി. അവൾക്ക് അവനോട് അതിയായ ദേഷ്യം തോന്നി. അവന്റെ ഒപ്പം ഇറങ്ങി പുറപ്പെട്ട നിമിഷത്തെ പോലും അവൾ ശപിച്ചുപോയി. പോയി ഡ്രസ്സ് മാറ്റിയിട്ടും വല്ലതും വെച്ചുണ്ടാക്കാൻ നോക്ക്, ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് സുജീഷ് പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോൾ തമ്പുരു അകത്തെ മുറിയിലേക്ക് കയറി വാതിൽ വലിച്ചടച്ചു. പിന്നെ ഉടുത്തിരുന്ന സാരി അഴിച്ച് വലിച്ചെറിഞ്ഞുകൊണ്ട് ബെഡിലേക്ക് വീണു പൊട്ടിക്കരഞ്ഞു. കുറച്ചു കഴിഞ്ഞപ്പോഴാണ് സുജീഷിന്റെ ഫോൺ ബെഡിൽ കിടക്കുന്നത് അവളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അവൻ ഫോൺ എടുക്കാൻ മറന്നുപോയത് നന്നായി എന്ന് അവൾക്ക് തോന്നി. ഏതായാലും ഇവന്റെ കൂടെ ഇങ്ങനെ സങ്കടപ്പെട്ട് ജീവിക്കുന്നതിൽ നല്ലത് ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും പോകുന്നത് തന്നെയാണെന്ന് അവൾക്ക് തോന്നി. ആരെ വിളിക്കും എന്നൊരു ചിന്ത ആ നിമിഷം അവളിൽ ഉണർന്നു. ആദ്യം മനസ്സിലേക്ക് വന്നത് അതുലിന്റെ മുഖമായിരുന്നു. പക്ഷെ അവനെ വിളിച്ചാൽ തന്നെ ആക്ഷേപിക്കുകയുള്ളൂ. അതുകൊണ്ട് അവനെ വിളിക്കേണ്ട എന്ന് തീരുമാനിച്ചു. പിന്നെ അങ്ങനെ വിളിച്ച് സഹായം ചോദിക്കാൻ മാത്രം ആരും ഇല്ലെന്നോർക്കെ
ഒടുവിൽ മുത്തശ്ശിയെ വിളിച്ചു നോക്കാം എന്നൊരു ചിന്തയിലെത്തി അവൾ. അങ്ങനെ സുജീഷിന്റെ ഫോൺ കയ്യിലെടുത്തു. അപ്പോഴാണ് അത് ലോക്കാണെന്നുള്ളത് കണ്ടത്. പാസ്വേഡ് എന്താണെന്ന് ഒരു പിടിയുമില്ല. എങ്കിലും ഒരു ഉദ്ദേശം വെച്ച് ആദ്യം സുജീഷ് എന്ന് അടിച്ചു നോക്കി. പക്ഷെ അത് തെറ്റായിരുന്നു. പിന്നെ ശിവാനി എന്ന് അടിച്ചു നോക്കി. അതും തെറ്റായിരുന്നു. ഒടുവിൽ വെറുതെ തമ്പുരു എന്ന് ടൈപ്പ് ചെയ്തതും അത് ഓപ്പണായി. അവൾ ശരിക്കും അത്ഭുതപ്പെട്ടു പോയി. പുതിയ ഫോണാണ് അവന്റേത്. അന്ന് അടിപിടിക്കിടയിൽ അവന്റെ ഫോൺ പൊട്ടി ഡിസ്പ്ലേ പോയിരുന്നു. പക്ഷെ ഉപയോഗിക്കാൻ പറ്റുമായിരുന്നു. ഇതെന്ന് വിവാഹം പ്രമാണിച്ച് തോമസ് ഗിഫ്റ്റായി കൊടുത്തതാണ്. അതിന്റെ ലോക്ക് ഒരിക്കലും തന്റെ പേരാകുമെന്ന് അവൾ കരുതിയതേയില്ല. സന്തോഷത്തോടെ അവൾ തറവാട്ടിലെ നമ്പർ ഡയൽ ചെയ്തു. കോൾ ബട്ടൺ അമർത്തിയതും ഡോറിൽ മുട്ടുകെട്ടതും ഒന്നിച്ചായിരുന്നു.